പ്രതിപക്ഷ നേതാവിനെതിരെ മന്ത്രി പി രാജീവ് 100 സീറ്റിൽ ജയിക്കുന്ന കണക്ക് പറയുന്നതിന് മുൻപ് പ്രതിപക്ഷ നേതാവ് പറയേണ്ടത് വയനാട്ടിലെ കണക്കാണ് എന്ന് പി രാജീവ് മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചു. ദുരന്തത്തിൽപ്പെട്ട ആളുകളുടെ പേരിൽ പണപ്പിരിവ് നടത്തിയിട്ട് ഒരു കണക്കുമില്ലാത്ത അവസ്ഥയാണ്. ആസൂത്രിതമായി മരിച്ചവരുടെ പേരിൽ പണം തട്ടിയ പ്രസ്ഥാനം കോൺഗ്രസ് അല്ലാതെ വേറെ ഉണ്ടാകില്ല എന്നും പി രാജീവ് ആരോപിച്ചു. കളമശ്ശേരിയിൽ മന്ത്രി പി രാജീവ് പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നേറുകയാണ്. UDF അവസാന ഘട്ടത്തിൽ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. 100-ലധികം സീറ്റ്, 1 ഡസൻ മന്ത്രിമാർ ഉൾപ്പെടെ തോക്കുമെന്നൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കാര്യം നോക്കിയാൽ മതി എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹം പറയേണ്ട കണക്ക് ഇതല്ല. വയനാട്ടിൽ മരണപ്പെട്ട ദുരന്തത്തിൽപ്പെട്ട ആളുകൾ അവരുടെ പേരിൽ പണം പിരിച്ചിട്ട് ഒരു കണക്കുമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്നു. സ്ഥലം വാങ്ങിയിട്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ നിർമ്മാണിപ്പ് തുടങ്ങുന്നതാണ്. KPCC പ്രസിഡന്റ് നിർമ്മിക്കാനുള്ള പണമില്ല എന്ന് പറയുന്നു. ഇതുപോലെ ഒരു ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ പേരിൽ പണം തട്ടിപ്പ് നടത്തിയ പ്രസ്ഥാനം രാഷ്ട്രീയ പാർട്ടി എന്ന പേരിൽ ഈ കോൺഗ്രസ് അല്ലാതെ ലോകത്തിലൊരിടത്തുണ്ടാവില്ല. ഇങ്ങനൊരു സംഘം കേരളത്തിലെ കോൺഗ്രസ് നയിക്കുന്നല്ലോ എന്നതാണ് ആ കണക്കാണ് ജനങ്ങൾക്ക് അറിയേണ്ടത്. ആദ്യം കണക്ക് പണി തീരുമ്പോൾ പുറത്തുവിടാം എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നീട് KPCC അധ്യക്ഷൻ അത് പുറത്തുവിട്ടു. തുടർന്ന് ഇനി പിരിവില്ല എന്ന് വ്യക്തമാക്കുന്നു. പക്ഷേ പ്രതിപക്ഷ നേതാവും പറഞ്ഞു ഇനി AICCയുടെയും അതോടൊപ്പം തന്നെ KPCCയുടെ ഫണ്ടൊക്കെ ഉണ്ടെന്ന്, പക്ഷെ കിട്ടിയാൽ സ്വീകരിക്കുമെന്നൊക്കെ പറയുന്നു. അത് നമ്മൾ കാണണ്ട. ആദ്യം പ്രതിപക്ഷ നേതാവ് പറഞ്ഞു എൻ്റെയും KPCC പ്രസിഡന്റിൻ്റെയും പേരിലുള്ള സംയുക്ത അക്കൗണ്ടിലാണ്. അത് നുണയായിരുന്നല്ലോ. കാരണം രണ്ടുപേരും സമർപ്പിച്ച അക്കൗണ്ടിൽ ഇത് കാണുന്നില്ല. അപ്പോൾ പിന്നെ ഇത് എവിടെ പോയി? അപ്പോൾ അടുത്ത ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് വളരെ ധിക്കാരത്തോടുകൂടി ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ പോയി നോക്ക്, പണി തുടങ്ങിയിട്ടുണ്ടോ, അവിടെ പോയി നോക്കിയപ്പോൾ ഒന്നും കാണുന്നില്ല. ഇപ്പോൾ KPCC പ്രസിഡന്റ് പറയുന്നു പണമില്ല, പിന്നെന്ത് ചെയ്യും? അപ്പം ജനങ്ങളുടെ പേരിൽ പിരിച്ച പണം എവിടെ? KPCC ആപ്പ് ഇവിടെ അപ്രത്യക്ഷമായി. ആപ്പ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാൻ പറ്റും. അതോടൊപ്പം ഈ പ്രതിപക്ഷ നേതാവ് 100 സീറ്റ് എന്ന് പറയുമ്പോൾ LDFന് അങ്ങനെ ഒരു കണക്ക് പറയുന്നുണ്ടോ? LDF കാരണം LDFന് കഴിഞ്ഞ തവണത്തെക്കാളും മെച്ചപ്പെട്ട രൂപത്തിൽ മുന്നേറാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത്. കേരളത്തിലെ ഗവൺമെന്റ് 10 വർഷം ജനങ്ങളുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലും മാറ്റം ഉണ്ടാക്കി. ഇപ്പം ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്ന് ചിലർ പറയുമ്പോൾ തന്നെ അവരോട് ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് ഭരണവിരുദ്ധ വികാരം അതാരും പറയുന്നില്ല. മന്ത്രി പി രാജീവ് കളമശ്ശേരിയിൽ പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നേറുകയാണ്. വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. അദ്ദേഹം ഓരോരുത്തരെയും കണ്ട് വോട്ട് ചോദിക്കുന്ന തിരക്കിലാണ്. ക്യാമറമാൻ മനോജ് മാടശ്ശേരിക്കൊപ്പം S രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.